ഇരവാദവുമായി ലുട്ടാപ്പിയെണ്ണ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ എൻ്റെ ഭാഷ പരിമിതികൾ നിറഞ്ഞതാണ്. അയ്യോ, നമ്മൾ പൗരന്മാരുടെ ഒരു ഗതികേടേ. ഒരു മാസം ഇവനൊക്കെ ഒരു 3 ലക്ഷം രൂപയെങ്കിലും നേരായ മാർഗത്തിൽ ലഭിക്കുന്നു. കക്കുന്നതും മോട്ടിക്കുന്നതുമൊക്കെ വേറെ. നമ്മുടെ നികുതിപ്പണമാണ് ഇവനൊക്കെ ചോർത്തിക്കൊണ്ടു പോകുന്നത്. എന്താണ് ഇവരുടെ പണി? നിയമനിർമ്മാണ സഭകളിൽ ചമയ്ക്കപ്പെടുന്ന ബില്ലുകൾ സസൂക്ഷ്മം പഠിക്കണം. അതിൽ ജനവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ശ്രമിക്കണം. സഭയിൽ ചർച്ചകൾ സജീവമായി ഇടപെടണം. ഇനി പുറത്ത് അനീതി എവിടെ കണ്ടാലും അതിനെതിരെ പ്രതികരിക്കണം. അത് ജനസമക്ഷം കൊണ്ടുവരണം. അധികാരികളെ കൊണ്ട് അത് തിരുത്തിക്കാൻ എന്തു വേണം? നല്ല ഭാഷാ നൈപുണ്യം വേണം. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ ഉണ്ടാവണം. ഇന്നലെ ഇയാൾ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങി ശ്വാസം മുട്ടി മരിക്കാഞ്ഞത് ഇങ്ങേരുടെ ഭാഗ്യമാണ്. എത്ര ഡിഗ്രികളാണ് അയാൾക്കുള്ളത്? മാസ്റ്റേഴ്സ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി, പർസ്യൂയിങ് PhD, LLB, ഡിപ്ലോമ ഇൻ ജേർണലിസം. ഇത്രയും ബിരുദങ്ങൾ കൈവശമുള്ളയാൾ ഒരു നഴ്സറി കുട്ടിയുടെ ലെവലിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കുഴപ്പം എന്തിൻ്റേതാണ്? ഒന്നുകിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരാജയം, അല്ലെങ്കിൽ ഇങ്ങേരുടെ ഈ ബിരുദങ്ങൾ എല്ലാം പഠിക്കാതെ നേടിയതാണ്. ഏതായാലും ലോക മലയാളികളെ ഇയാൾ ഇന്നലെ തൊലിയുരുക്കിയായിരുന്നു ചെയ്തത്. സർക്കാർ ഭൂമാഫിയയുടെ സഹായത്തോടെ അനധികൃത കുടിയേറ്റക്കാർ കൈവശപ്പെടുത്തിയതേ ഒഴിപ്പിച്ചതിനാണ് വർഗീയക്കാരുടെ ഇറക്കി കൂതറ പട്ടി ഷോ കളിക്കാൻ ഇങ്ങേരെ കാരണഭൂതൻ അങ്ങോട്ട് തള്ളിവിട്ടത്. അവസാനം പവനായി ശവമായി.